അബിബി കം ടു ദുബായ്. ഇതെന്താ താജ്മഹലിന്റെ മറ്റേ എൻട്രിയോ? ചട്ടി മീനല്ല ഗൈസ്. ഞങ്ങൾ ഒന്നിലും തൊടാതിരിക്കാൻ ഞങ്ങളെ രണ്ടുപേരുടെ കൈ ഇവിടെ സുക്രു ലോക്ക് ചെയ്ത് വെച്ചിരിക്കാണ്. ആ റോബോട്ട് എവിടെ ഡെലിവറിയാ? ആ നമ്മുടെ റോബോട്ട് ഫുഡ് ഡെലിവറി റോബോട്ടാണ് ഗൈസ്. ദുബായ് കൊള്ളാം, അടിപൊളി. ഹായ് ഗൈസ്, ഹായ് ഗൈസ്. നമ്മളെങ്ങോട്ടാ പോകുന്നത്? മെട്രോയിലാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത്. ബുർജ് ഖലീഫയിലാണ്. അപ്പോൾ സുക്ര എന്നെ കുറേ ഉപദേശിച്ചു, കുറേ കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു എബൌട്ട് വീഡിയോ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ. അപ്പം ഞങ്ങൾ ക്രിയേറ്റീവായിട്ട് അതിൽ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ ഇതിൽ അത് വരുമെന്ന് അറിയില്ല. പക്ഷെ നെക്സ്റ്റ് ടൈം നമ്മൾ ചെയ്യുമ്പോൾ അനൗൺസ്മെന്റ് ആണ്. നെക്സ്റ്റ് എമിറേറ്റ്സ് ടവേഴ്സിലേക്കാണ് അടുത്ത സ്റ്റേഷൻ. അപ്പൊ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അങ്ങോട്ടാണ് പോണത്. അവിടെ കഴിഞ്ഞ് അവിടെ എത്തിക്കേണ്ട ബാക്കി വിശേഷങ്ങൾ ഞങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ നല്ല അടിപൊളിയാണ്. മെട്രോന്റെ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങിയപ്പോ തന്നെ കളറാണ്. ഇനി നമുക്ക് അടിപൊളിയാ. ഗൈസ്, അപ്പൊ നമ്മള് എന്താ പറയാ മെട്രോ പോണ വഴിയാട്ടോ. നമ്മൾ ഈ വഴി ബ്ലോഗർ ചെൽസിയ നമ്മള് ബുർജ് ഖലീഫയിലൂടെ നടന്നു പോണത്. AC ആയതുകൊണ്ട് പുറത്ത് നടക്കണ്ട, അല്ല ഇത് കൊറേ ഉണ്ട്. നമ്മൾ വിചാരിക്കും മെട്രോ ഇറങ്ങി കുറച്ച് നടന്ന്, ഞാൻ അങ്ങനെ വിചാരിച്ച എല്ലാവരുടെ കാര്യമില്ല. മെട്രോ ഇറങ്ങി കുറച്ച് നടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്തൂല ഗൈസ്, കുറേ നടക്കാണ്ട്. ഇതൊരു ബ്രിഡ്ജ് പോലെ മെട്രോ സ്റ്റേഷൻ ടു ബുർജ് ഖലീഫ വരെ അവരിങ്ങനെ പണിഞ്ഞിട്ടുണ്ട്. ആക്ച്വലി അത് ശരിക്കും നല്ലൊരു കാര്യമാണ്. കാരണം ഭയങ്കര തിരക്ക് വരുമ്പോൾ റോഡൊക്കെ ഭയങ്കര ബ്ലോക്കാവും. ഇപ്പൊ തന്നെ നോക്കൂ, കണ്ടോ? ഇപ്പൊ തന്നെ റോട്ടിൽ നല്ല തിരക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആൾക്കാർ ക്രോസ് ചെയ്യുമ്പോഴൊക്കെ ആക്സിഡന്റും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ നടപ്പാത, ഒരു മിനിറ്റ് നോക്കൂ ഗൈസ്. ഇപ്പുറത്തെ സൈഡിലും കൂടെ നടക്കാം, അല്ലെങ്കിൽ ഇപ്പുറത്ത് നമ്മൾ എസ്കലേറ്റർ കയറി പോകണ്ട, അതിലേക്ക് കയറാം. വീഴാൻ പോയി ചെറുതായിട്ട്, അതിലേക്ക് പോവാം. അപ്പോൾ ഇങ്ങനെ നടക്കണം. ഒരുപാട് ഫോറിനേഴ്സ് ഉണ്ട്, ഒരുപാട് ടൂറിസ്റ്റ് ആൾക്കാർ വന്നിട്ടുണ്ട്. അത് പിന്നെ സ്ഥിരം അങ്ങനെയാണല്ലോ. നമ്മൾ ഫസ്റ്റ് ടൈം ദുബായ് കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ നൈസ്, കൊള്ളാമല്ലേ? വഴികളൊക്കെ അടിപൊളി. ഞങ്ങൾ മെട്രോയിൽ വന്ന സമയത്ത് ഏറ്റവും ബാക്കിലാണ് നിന്നത്. അപ്പോൾ ഗ്ലാസ്സിലൂടെ പല ബിൽഡിങ്ങുകളൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ? ശരിക്കും സംഭവം അടിപൊളി. ബൈ ദ ബൈ, ദിസ് ഈസ് ബുർജ് ഖലീഫ ഗൈസ്. പ്ലീസ് ടേൺ യുവർ മൊബൈൽ. പകുതി കാണുന്നുള്ളല്ലേ, തല കുത്തിയിട്ട്. ഇത്രയും കിട്ടണുള്ളൂ. ഓക്കെ ഗൈസ്, ഇത്രയും കിട്ടണുള്ളൂ. ഞാൻ എൻ്റെ ബ്ലോഗ് ഒഫീഷ്യലി ഞാൻ ചെൽസിലേക്ക് കൊടുക്കുന്നു. കാരണം ചെൽസിക്ക് ഭയങ്കര ചെൽസിയാ എന്തുകൊണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടാ. അങ്ങനെ സോറി ഗൈസ്, അങ്ങനെ കിട്ടൂലാടാ. കിട്ടി കിട്ടി സൂനെ കിട്ടി. എടാ ഇങ്ങനെ എടാ അത് അവിടെ എത്തിയിട്ട് മെനക്കെടുക്കാവാ. റസ്മിൻ ബൈ അതൊക്കെ പറയാൻ. സുക്രു പറഞ്ഞോളൂ. സുക്രുവിന് എന്താണെന്നറിയില്ല, ക്യാമറ വന്നതിനെ പറയാനുള്ള ത്വര പോകുന്നു എന്നാണ് പറയുന്നത്. ഗൈസ്, നമ്മളിപ്പോൾ ദുബായ് മാളിലേക്കുള്ള എൻട്രൻസ് കയറാണ്. ഇനി പറഞ്ഞോ, എന്തൊക്കെ പറഞ്ഞല്ലോ എനിക്ക്. അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ബ്രാൻഡഡ് ഷോപ്സുകൾ, ബ്രാൻഡഡ് ഐറ്റംസ് പർച്ചേസ് ചെയ്യാറ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ടാണ് ബുർജ് ഖലീഫയുടെ ഇടയ്ക്ക് എത്താൻ. നമുക്ക് ദൂരെ നിന്ന് ഫോട്ടോസ് എടുക്കാം. അകത്ത് കയറ്റോ നമ്മളെ? അകത്ത് കിടക്കാൻ എക്സ്ട്രാ പേയ്മെന്റ് ഉണ്ട്. ഓക്കെ ഓക്കെ.
ഓ ആയിക്കോട്ടെ. അപ്പോൾ ഗൈസ് ഫൈനലി ദുബായ് മാൾ സുക്രു ഓടി ദുബായ് മാളിലേക്കാണ് കേട്ടോ. ഹബീബി കം ടു ദുബായ് എന്നെല്ലാവരും പറയണ വെറുതെ അല്ല കേട്ടോ, സംഭവം അടിപൊളിയാ. ഇറ്റ്സ് ഗ്രേറ്റ് ഗൈസ്, ഇറ്റ്സ് റിയലി ഗ്രേറ്റ്. ഫുഡ് കോർട്ട് ചിക്കൻകുനി കിനോക്കുനിയാ. ഇനി എങ്ങോട്ടാ നമ്മള്? നീഡ് എ ഹഗ്, കപ്പ് ഓഫ് കോഫി. ഇപ്പോൾ നമുക്ക് ഒറ്റയ്ക്കൊക്കെ വരുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇത് ഇവിടെ വന്ന് ഇരിക്കാം. നമുക്കൊരു കൂട്ടുകാരനുണ്ട്. സംഭവം അടിപൊളിയാണ് ഗൈസ്. ഇനി ഇവരെന്താ ഇവിടെ പരിപാടി? ഒന്നുമില്ല. ഓക്കെ ഗൈസ്, ചെൽസിയൊക്കെ എന്താ പറയണമെന്ന് പറയൂ ചെൽസിയ. കരാമെന്ന് നമ്മുടെ മിനി കേരളന്ന് പോന്നിട്ട് ഇപ്പോഴാണ് ദുബായ് ഇതാണെന്ന് ഒന്ന് മനസ്സിലായത്. അതായത് ഉദ്ദേശം എന്താ പറഞ്ഞാൽ ഇപ്പോഴാണ് ദുബായ് ഫീല് കിട്ടിയത്. ഓക്കെ, ഇത്രയും ദിവസം വന്നിട്ട് ദുബായ് കരാമയിൽ ഉണ്ടായിട്ടും അവിടെ ഫുള്ള് മലയാളീസാ. അപ്പൊ നമുക്ക് കേരളം തന്നെ ഫീലാ. പക്ഷെ ഇപ്പോഴാണ് യുണൈറ്റഡ് കേരള. ഓക്കെ സോറി, UK മലയാളീസിന്റെ ഷോപ്പ് എന്താണ് കടലോരം പിന്നെന്താണ് കായലോരം അങ്ങനത്തെ പല പല ഷോപ്പുകളുണ്ട്. നമ്മൾ കാലെടുത്ത് വെച്ചെന്ന ഈ സംഭവങ്ങളാണ് കാണാറ്. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് ദുബായിൽ വന്നു ദുബായ് ഹബീബി കം ടു ദുബായ് എന്നുള്ള സാധനം വന്നു. യെസ് ഗൈസ്, അത്രേ ഉള്ളൂ. ഗുഡ് ബൈ, പിന്നെ കാണാം. ഓ മൈ ഗാഡ്, എടോ നല്ല ഫോട്ടോഗ്രാഫറോ വീഡിയോഗ്രാഫറോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ പൊളിസാ. ഇതെന്താ താജ്മഹലിന്റെ മറ്റേ എൻട്രിയോ? ഓ ദിസ് ഈസ് നൈസ് മാൻ. ഷാരൂഖ് ഖാനൊക്കെ വരുമ്പോ അവിടെ നിക്കാം. എവിടെ? ഇങ്ങനത്തെ ഒക്കെ കണ്ടില്ലേ? അതിൽ എന്നിട്ട് ഇവിടെ വാട്ടർഫോൾസ് കാണും രാത്രി. അത് കാണാൻ വേണ്ടിട്ട് ദീപിക പതുക്കോളും മറ്റേ ചീസിന്റെ കേക്ക് കഴിച്ചൊക്കെ ഈ ഏരിയയില ഇതിലേതോ ഒരു ഷോപ്പ്. ഓക്കെ, ബുർജ് ഖലീഫയുടെ അതാണ് ബുർജ് ഖലീഫ. ഓക്കെ ഗൈസ്, സോറി, അതിങ്ങനെ കാണൂല. അതാണ് കേട്ടോ. ഓ, ഈ ബിൽഡിങ്ങിന്റെ അടിയിലുള്ള ബിൽഡിംഗ് ആണത്. ഇതൊക്കെ റെസ്റ്റോറൻറ്റ്സ് പോലെയാ. ഓ ദിസ് ഈസ് നൈസ്. വേണ്ട ഇതിന്റെ അകത്ത് ഇത് സ്ക്രീനല്ലേ? സർപ്രൈസോ? ഓ മൈ ഗാഡ്, ഓ മൈ ഗാഡ്, സ്ക്രീനല്ലേ താഴെ? താഴെ. ഓ, നമ്മൾ താഴത്തേക്ക് ഇറങ്ങൂലേ? താഴെ ഇറങ്ങിയിട്ട് കാണാം ഗൈസ്. ഏതാ? ആ റൈറ്റ് സൈഡ് ആ ലാസ്റ്റ് ഷോപ്പ് വയ്ക്കാം. ക്യാൻഡിലിഷ്യസ്. അവിടെ എന്താ? ഞാൻ കൈ പിടിച്ചിട്ട് ദിസ് ഈസ് ദുബായ് അക്വേറിയം ഗൈസ്, അണ്ടർ വാട്ടർ. അതിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് പോകണം അല്ലേ? ഓക്കെ ഗൈസ്, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇന്ന് വെനസ്ഡേ ആണ്, എന്നിട്ടും ഇവിടെ നല്ല തിരക്കുണ്ട്. നോക്ക് കൈയടിച്ചുണ്ട്. സോറി ഗൈസ്. അടിപൊളി. ചട്ടി മീനല്ല. ഓക്കെ ഗൈസ്, ഞങ്ങൾ ഒന്നിലും തൊടാതിരിക്കാൻ ഞങ്ങളെ രണ്ടുപേരുടെ കൈ ഇവിടെ സുക്രു ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതൊരു ക്യാൻഡി ഷോപ്പാണ്. അടിപൊളി, കുറേ വെറൈറ്റീസ് ഓഫ് ചോക്ലേറ്റ് മിഠായികൾ. തൂക്കി എടുക്കാം അല്ലേ? അങ്ങനെ എടുക്കാൻ പാടില്ല. അത് ശരി, എടുക്കാവോന്ന്? ഈ അടിപൊളി. ആഹാ, ഇത് ഫുൾ ഓഫ് വെയിറ്റ് തൂക്കി എടുക്കുന്നു. എടോ, ടേസ്റ്റ് ചെയ്യാൻ തരുമെന്ന് വെച്ചോക്കി.
പീസ് ടേസ്റ്റ് ചെയ്യാൻ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഞാൻ അങ്ങോട്ട് ചെൽസി ഇങ്ങോട്ട്, അല്ല ഞാൻ ഇങ്ങോട്ട് ചെൽസി അങ്ങോട്ട്. ഒയ്യോടി നോക്കടി, സോ ക്യൂട്ട്. ഓ മൈ ഗാഡ്, ദിസ് ഈസ് സോ ക്യൂട്ട്. ദിസ് ഈസ് റിയലി ക്യൂട്ട്. ദിസ് ഈസ് ക്യൂട്ട്. എൻ്റെ അമ്മേ. മഷ്മലോ. നമ്മളപ്പോൾ ഈ ക്യാൻഡി ഉണ്ടാക്കുന്നതൊന്ന് കാണാൻ വേണ്ടി പോവാണ്. ഹായ്. Hi. Sample candy. So you're preparing? Yeah. Thank you. Preparing for the Halloween. Thank you. ഹാപ്പി ഹലോവീൻ. അപ്പോൾ ഹാലോവീൻ ചോക്ലേറ്റ്സ്. Yeah. ഹലോവീൻ്റെ Thank you. ഫുള്ളാട്ടോ. ഗൈസ് ഇത് കുറേ ഉണ്ട് കേട്ടോ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഞാൻ വിചാരിച്ച പോലെ അല്ലെങ്കിൽ വാട്ടർഫോളൊക്കെ മാളിൻ്റെ അകത്ത്. ദിസ് ഈസ് സോ നൈസ്, ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാവ് വാട്ടർഫോൾ. ദിസ് ഈസ് നൈസ്. ഇവരെന്താ ഇവിടെ നിൽക്കണേ? ആ അടിപൊളി സ്കേറ്റിംഗ്. ഓ, നമ്മുടെ ലുലുമാളിൽ ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ അവരത് നിർത്തലാക്കി. ഓ മാൻ, അവിടെ ആ റോബോട്ട് എവിടെ? ഡെലിവറിയാ. ആ നമ്മുടെ റോബോട്ട്, ഫുഡ് ഡെലിവറി റോബോട്ടാണ്. നൈസ്. ഹായ് റോബോ. ഗൈസ് ദുബായ് കൊള്ളാം, അടിപൊളി. നടന്ന് ഊപ്പാടല്ലെങ്കിൽ ചെൽസിയ ക്ഷീണിച്ചോടാ. ഓക്കെ. നമ്മുടെ ശാരിച്ചേട്ടൻ അതിന്റെ മേലെ നിന്നിട്ട് ഹായ് പറയും. അതിന്റെ ടോപ്പിൽ സെന്ററിൽ അവിടെ വന്നിട്ട് ആ ബുർജ് ഖലീഫ ഇല്ലേ, അവിടെ ഷോ നടത്തില്ലേ, അവരൊക്കെ ഫിലിംസ് ഇതൊക്കെ ഒരു പ്രൊമോഷൻസ് അതിവിടെ നടക്കുമ്പോൾ അവിടെ നിന്ന് കാണും. ദീപിക പതുക്കോൻ ചീസ് കേക്ക് കഴിച്ച സ്ഥലം. ഗൈസ് ഞാൻ നല്ല ടയേർഡായിരിക്കുന്നു. അവിടെ ചെന്ന് ഈവനിങ് ആയി, ലൈറ്റ് വന്നിട്ടുള്ളൊരു വ്യൂ ആട്ടോ. ഓ, ഇനി കുറച്ചും കൂടി ഡാർക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം വേറെ ലെവലായിരിക്കും. ഓ മൈ ഗാഡ്, അടിപൊളി.
ഗൈസ് നമ്മുടെ മെട്രോ വന്നു. ഓഹ് ഒടുക്കത്തെ തിരക്ക്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ദുബായ് ബുർജ് ഖലീഫ ട്രിപ്പ് ഇവിടെ അവസാനിച്ചു. ഞങ്ങൾ ക്ഷീണിച്ചു, നടന്ന് ഞങ്ങൾ ക്ഷീണിച്ചു. അത് തന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ റൂമെത്തി കിടന്നു. എല്ലാവരും കിടന്നു. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസ് ഇടുക. നിങ്ങൾ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ട കമൻസ് ഒരുപാട് വരുന്നുണ്ട്. അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവായിട്ട്, അതായത് വ്ളോഗ് പോരാന്നുള്ള സംഭവമാണെങ്കിൽ നെഗറ്റീവ് ഉള്ള രീതിയിലാണെങ്കിലും കുഴപ്പമില്ല, കമൻസ് പറയുക. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് കുറച്ചും കൂടി ബെറ്റർ ആക്കാനും അങ്ങനെയൊക്കെ ചെയ്യാൻ. അപ്പോൾ തല അധികം വർക്കാവാത്തതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. ഇനിയും ക്രിയേറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ കീപ് സപ്പോർട്ടിങ് മീ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.